ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് കട്ട്ലറ്റാണ്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് വള്ളി കൊഴിയാള എന്നുള്ളൊരു മീനാണ്. ആ മീൻ കൊണ്ടാണ് ഞാനിന്ന് കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. ഈ മീനിൻ്റെ ദശയ്ക്ക് നല്ല കട്ടിയാണ്, നല്ല സ്വാദുള്ള ഒരു മീനുമാണിത്. അതുകൊണ്ടാണ് ഞാനിന്ന് ഇതുകൊണ്ട് തയ്യാറാക്കുന്നത്. മീൻ ഞാൻ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു പ്രാവശ്യം ഒന്ന് വിനാഗിരി ഒഴിച്ചും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ മീനിൻ്റെ ആ ഉലുമ്പ് മണമൊന്ന് മാറിക്കിട്ടും. അല്പം വെള്ളത്തിലിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതിയാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞോളൂ, സാധാരണ നമ്മൾ ടൂണ ഫിഷോ അല്ലെങ്കിൽ നെയ്മീനൊക്കെ കൊണ്ടല്ലേ തയ്യാറാക്കാറുള്ളൂ. ഇത് നല്ല കട്ടിയുള്ളൊരു മീനാണ്, അതുകൊണ്ട് നല്ല സ്വാദുമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ മീൻ കൊണ്ട് തയ്യാറാക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരുവിധം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കീറി അടുപ്പിൽ വെച്ചിട്ട് 4-5 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആ മീൻ അതാ നല്ലവണ്ണം വെന്ത് വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം മുള്ളെല്ലാം ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ വേകാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ തോലൊന്ന് ഉരിച്ച് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക. പിന്നെ നല്ലതായിട്ട് നമുക്ക് പിന്നീട് പൊടിച്ചെടുക്കാം, നല്ല തണുത്ത ശേഷം പൊടിക്കാം. ചൂടോടെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ആ എടുത്ത മീനിൻ്റെ കഷ്ണങ്ങളും ഒരു മുള്ളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം സൂക്ഷ്മതയോടുകൂടി എടുത്ത് ആ ദശ മാത്രം മാറ്റിയെടുക്കുക. ഈ മീനിപ്പോൾ ഒരു 250 ഗ്രാമോളം വരും, അത്രേ വരത്തുള്ളൂ. ഒരു മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതാ മീൻ ഞാൻ ആ മുള്ളെല്ലാം മാറ്റി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുള്ളു പോലും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം സൂക്ഷിച്ച് വേണം നിങ്ങളത് എടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലവണ്ണം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു വലിപ്പത്തിലുള്ള സവാള ഞാൻ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണിത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇത് ഞാനിവിടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അരിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഞാൻ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഞാൻ ഒന്നിച്ച് തന്നെ ചേർത്ത് വഴറ്റുകയാണ്. ഓരോന്നായിട്ട് വേണമെങ്കിലും വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ സമയലാഭമാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടും എല്ലാം ഒന്നിച്ച് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ്. ഈ സവാള നമുക്കൊന്ന് നല്ലവണ്ണം ചുവന്ന് കിട്ടുന്നവരെ ഒന്ന് വഴറ്റേണ്ടതുണ്ട്. രാവിലെ മീൻ മേടിക്കുന്ന സമയത്തെ ഇതുപോലെ ഒരു മീനങ്ങ് മാറ്റി വെച്ചിരുന്ന് രാവിലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാമെങ്കിൽ വൈകുന്നേരം നമുക്ക് ആ ഉള്ളി ഒന്ന് വഴറ്റി ചേർത്തെടുത്ത് തയ്യാറാക്കാവുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ കട്ട്ലറ്റ്. ഉരുളക്കിഴങ്ങും കൂടെ രാവിലെ വേവിച്ചെടുക്കാമെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് കൊടുക്കാം. ഇനി മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി മസാലകളൊന്നുമില്ല, വളരെ കുറച്ച് മസാലകളേ ഉള്ളൂ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ വേവിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഗരം മസാല ഇതും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് 3 ചേർത്ത് നമുക്ക് നല്ലവണ്ണം ആ എണ്ണ പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം തന്നെ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ എരിവുണ്ട്. പിന്നെ നമ്മൾ മീനിന് കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചെടുത്തത്. എന്നാലും മീൻ കട്ട്ലറ്റാകുമ്പോൾ ഒരല്പം എരിവ് വേണം.
ഞാൻ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളത് വഴറ്റുന്ന സമയത്ത് വലിയ കഷ്ണങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ തവി കൊണ്ട് അപ്പം തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ മസാലകളെല്ലാം ഈ മീനിലെല്ലാം പിടിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. തീ ഒരല്പം കൂട്ടി കൊടുക്കാം. ഞാനിത് ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലെ കഷ്ണങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിലിട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങും മീനും മസാലയും എല്ലാം നല്ലവണ്ണം ചേർന്ന് കിട്ടുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നല്ലവണ്ണം വഴറ്റി ചേർക്കുക. തവി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കട്ടിയായിട്ടായി പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തവി കൊണ്ടൊന്ന് നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക. പോരാതെ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3-4 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. ഈ ഒരു പരുവം മതിയാവും. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് ചേർക്കാം. ഞാനിവിടെ ഇനി ആ തീ ഓഫാക്കുകയാണ്. ഇത് നമുക്ക് തണുക്കാനായി വയ്ക്കാം. ഞാനിതിവിടെ നല്ല കൈ കൊണ്ട് നല്ലവണ്ണം ഒന്നും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ഉരുളകളായി നമുക്ക് എത്രയാണോ വലിപ്പം അതനുസരിച്ച് മീനിൻ്റെ മസാല എടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഷേപ്പിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ആദ്യം ഇത് ഉരുളകളാക്കി വച്ചതിന് ശേഷം പിന്നെ നമുക്കത് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ട നല്ലവണ്ണം ഒന്ന് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ്. ഞാനിപ്പോൾ ഒരു എൻ്റെ കയ്യിലുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊന്ന് പൊടിച്ചാണ് എടുക്കുന്നത്. ഇതുപോലെയുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള അപ്പോഴപ്പോഴുള്ള ആവശ്യത്തിനുള്ള പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇവിടെ ഞാൻ കട്ട്ലറ്റ് ഞാൻ ഈ രീതിയിലൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പിൽ മുട്ടയും കലക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ പൊടി ഒരു പരന്ന പാത്രത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വലിയ പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കട്ട്ലറ്റ് നമുക്ക് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയാണല്ലോ നമ്മൾ എടുക്കാറ് പതിവ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ മുക്കി ആ ബ്രെഡിൽ മുക്കി ഇങ്ങനെ എടുക്കുമ്പോഴേക്കേ നമ്മുടെ കയ്യിൽ ആ മുട്ടയുടെ ഇതുള്ളതുകൊണ്ട് ആ ബ്രെഡിൻ്റെ പൊടിയൊക്കെ നമ്മൾ ആ പുരളാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് എണ്ണയിലും അത് ഒത്തിരി അങ്ങ് ബ്രെഡിൻ്റെ പൊടിയാകും. ഇതിപ്പോൾ ഞാനിവിടെ ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ആ ബ്രെഡിൻ്റെ പുറത്തൊന്ന് നിരത്തി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഓരോ
കട്ട്ലറ്റിൻ്റെ ഇതും നമുക്ക് ഒന്നുകൂടെ ഒന്ന് അപ്പുറത്തെ വശവും കൂടെ ഒന്ന് ബ്രെഡിലൊന്ന് മുക്കി നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലും അധികം ആകത്തില്ല, എണ്ണയിലും അധികം പൊടിയാകത്തില്ല. ഇതുപോലെ ഞാൻ എല്ലാം മുട്ടയിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ ഒരു 7 കട്ട്ലറ്റാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഞാൻ 250 ഗ്രാം മീനേ വരത്തുള്ളത്. നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായി തുടങ്ങി. നമുക്കിനി ആ ഓരോ കട്ട്ലറ്റും വീണ്ടും ആ ബ്രെഡിൽ ഒന്നുകൂടെ ഒരു വശം മാത്രമല്ലേ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ളൂ, മറുവശവും കൂടെ അതുപോലെ നല്ലവണ്ണം ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നല്ലവണ്ണം ബ്രെഡ് സൈഡിലൊക്കെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണയിലേക്ക് ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ കട്ട്ലറ്റും ഇതിൽ വെക്കുന്ന രീതിയിൽ ആ ഒരു സ്ഥലം കണക്കാക്കി ഇടുക. ഞാനിതിപ്പോൾ ഒറ്റ പ്രാവശ്യം പൊരിച്ചെടുക്കാൻ കണക്കാക്കിയാണ് എണ്ണ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് 2 വശവും. അപ്പോൾ നമുക്ക് അപ്പോഴപ്പോഴായിട്ട് നമ്മൾ മുട്ടയിൽ മുക്കി ഇങ്ങനെ എടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ കയ്യിൽ ഒത്തിരി പൊടിയാകത്തില്ല, എണ്ണയിലും ഒത്തിരി പൊടിയാകത്തില്ല. തീ ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്തോളൂ. തീരെ കുറയ്ക്കണ്ട, എണ്ണ കുടിക്കും. മീഡിയവും ഹൈയും ആയിട്ട് കൂട്ടിയും കുറച്ചും വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 കട്ട്ലറ്റ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം നല്ലവണ്ണം മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറച്ച് തിരിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ എല്ലാ കട്ട്ലറ്റും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കട്ട്ലറ്റ് ഇതെല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞു. ഈ മറുവശം കൂടെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓരോന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാണുമ്പോൾ തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല സ്വാദിഷ്ടമായ മീൻ കട്ട്ലറ്റാണിത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനേ ഇതൊരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ആ മീനിൻ്റെ മണമൊന്നും വരത്തില്ല. നമ്മളൊരല്പം മസാല കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട്, ഗരം മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് മീനിൻ്റെ ആ ഒരു വല്ലാത്ത മണമൊന്നും ഇതിനുണ്ടാകത്തില്ല. അറിയത്തേ ഇല്ല മീനാണോ ഇറച്ചിയാണോ എന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ മീൻ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഈ മീനിന് പറയുന്ന പേര് വള്ളിക്കൊഴിയാള എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ദശ കട്ടിയുള്ളൊരു മീനാണത്. ഞാനിവിടെ ആ കട്ട്ലറ്റ് മുഴുവനും മാറ്റിയിട്ടുണ്ട്. ക്രിസ്പിയും ടേസ്റ്റിയുമായ കട്ട്ലറ്റ് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. വളരെ രുചികരമായ ഈ കട്ട്ലറ്റ് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റാണിത്. ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.